ദൈവവചന ചിന്തയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവവചനത്തിന്റെ ചിന്തയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ഇന്നലെ വായിച്ച യാക്കോബിന്റെ ലേഖനം 1-ാം 18-ാം വാക്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. യാക്കോബ് 1:18, യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നിന്ന് ആരംഭിക്കും. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിനു അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:20 തന്നെ പറയുന്നുണ്ട്, വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. അപ്പൊ നമ്മൾ ഇന്നലെ ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ജനിപ്പിച്ചു അതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ എന്താണെന്ന് നമ്മൾ ഇന്നലെ നല്ലപോലെ കേട്ടു അല്ലേ? നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു ക്രൂശിൽ നമ്മളെ ജനിപ്പിച്ചതാ അല്ലേ? എന്നിട്ട് വീണ്ടും ജനിച്ചു എന്ന് പറയുന്നത് എന്താണ്? അത് വായിക്കാൻ എബ്രായർ 1:5 വായിച്ചാൽ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എബ്രായർ 1:5. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരുടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പുത്രൻ ജനിപ്പിച്ചു, അത് കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ നമുക്ക് ആ തിരിച്ചറിവ് കിട്ടുന്നതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇന്നലെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അപ്പൊ വചനത്താൽ അത് വീണ്ടും ജനിച്ചു. അപ്പൊ നമ്മൾ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യം എന്താണ്? താങ്ക്സ്ഫുൾ, പീസ്ഫുൾ, ഹാർട്ട്ഫുൾ. 3 things. ഭക്ഷണം കഴിക്കുമ്പോൾ യു മസ്റ്റ് ബി പീസ്ഫുൾ ആൻഡ് താങ്ക്സ്ഫുൾ ആൻഡ് ഹാർട്ട്ഫുൾ. അപ്പൊ നമ്മൾ 2 ദിവസം ചിന്തിച്ചു പീസ്ഫുൾ ആൻഡ് താങ്ക്സ്ഫുൾ എന്നതിനെ കുറിച്ച് നമ്മൾ 2 ദിവസം ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുക ഹാർട്ട്ഫുൾ. ഹാർട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ദാറ്റ്? എന്താണ് ഈ ഹാർട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാകുന്നത്? ഹാർട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ഫുൾ അറ്റൻഷൻ അവിടെ ആയിരിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്ട്രെസ്ഫുൾ ആയിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ, പല കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും ആ ഭക്ഷണത്തിന്റെ യഥാർത്ഥമായ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തത്തില്ല. അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശ്രദ്ധ ഭക്ഷണത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ അത് നല്ലപോലെ ചവച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണം അല്ലേ? അപ്പൊ ഇത് നമ്മുടെ ഒരു നോർമൽ ഫിസിക്കലായിട്ടുള്ള ഫുഡിന്റെ കാര്യത്തിൽ നമ്മളത് പറയുമ്പോൾ അതിനപ്പുറമായിട്ട് ആത്മീകമായ കാര്യത്തിലാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾ ആ വായിക്കുന്ന വാക്യമൊക്കെ ഒന്ന് എഴുതി, അതൊന്ന് കേട്ട്, അതൊന്ന് പറഞ്ഞ് നിങ്ങൾ എൻജോയ് ചെയ്ത വചനം ഒന്ന് വായിച്ചേ. ആ വചനം നിങ്ങൾ വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ സ്വാധീനിക്കത്തക്ക നിലയിലേക്ക് അതാവും. അപ്പൊ വചനം വായിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം? ഹൃദയപൂർവം അല്ലേ? നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി ദൈവവചനത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വചനത്തിൻ്റെ ഫ്രൂട്ട് നമുക്കുണ്ടാകും. നമുക്ക് രോഗസൗഖ്യം വേണോ? അവർ വാക്യം വായിക്കുമ്പോൾ അതിനകത്തേക്ക് ഇറങ്ങിപ്പോയി നിങ്ങൾ സൗഖ്യം ആയിരിക്കുന്നു. എത്ര വലിയ മാരക രോഗം, നാളെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ രോഗം പോലും ഈ വചനത്തിനകത്തേക്ക് നിങ്ങൾ ഇറങ്ങി വന്ന് ഇന്ന് രാത്രി അത് എടുത്തു മാറ്റും. കർത്താവിന് എന്തിനു സാധ്യത? നമ്മൾ എത്ര സാക്ഷ്യങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകൾ കേട്ടുകൊണ്ടിരിക്കുക? എത്ര സാക്ഷ്യങ്ങളാ കേട്ടെ? പല വർഷങ്ങൾ, 25 വർഷം 30 വർഷം പഴക്കമുള്ള രോഗങ്ങളായി ഇതിനകത്ത് സൗഖ്യമായി. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കകത്ത് നടന്ന സാക്ഷ്യങ്ങളത് ഇന്നലെയും കർത്താവകരമായ നിലയിൽ പലരെയും സൗഖ്യമാക്കി. പിന്നെ രാത്രിയിൽ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ വ്യക്തിപരമായ നിലയിലേക്ക് ഹാർട്ട്ഫുൾ ആയിട്ട് വചനം വായിച്ചേ. ഹാർട്ട്ഫുൾ, ഹൃദയം കൊണ്ട്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഹൃദയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യരുത്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതായിരിക്കാം, ഹൃദയപൂർവ്വം ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യരുത്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഹൃദയപൂർവ്വം ഒരു വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വർദ്ധിക്കും. പക്ഷെ ഹൃദയപൂർവ്വം അല്ലാതെ ഒരു വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് പിന്നത്തതിൽ നിങ്ങൾക്കത് ദോഷമായിട്ട് തീരും. ഒന്നുകിൽ ആ വ്യക്തി ആളോട് പറഞ്ഞു നടക്കും, ഇല്ലെങ്കിൽ അതൊരു
എന്താ പറയുന്നത്, അവരുടെ മനസ്സ് എങ്ങനെയാണോ നിങ്ങളിലേക്ക് വന്നത് അതുപോലെ ആയിരിക്കും അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഫ്രൂട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങൾ ചെയ്യുന്ന കാര്യം ഹൃദയപൂർവ്വം ചെയ്യാൻ സാധിക്കുന്നതേ ചെയ്യാവുള്ളൂ. ഹൃദയപൂർവ്വം ആയിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ ചർച്ചയിൽ പോകുന്നത് ഹൃദയപൂർവ്വം ആയിരിക്കണം, പ്രാർത്ഥിക്കുന്നത് ഹൃദയപൂർവ്വം ആയിരിക്കണം, ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നത് ഹൃദയപൂർവ്വം ആയിരിക്കണം, ഒരാളെ ആശ്വസിപ്പിക്കുന്നത് ഹൃദയപൂർവ്വം ആയിരിക്കണം, ഒരാളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം ആയിരിക്കണം, ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഹൃദയപൂർവ്വം ആയിരിക്കണം, പ്രാർത്ഥിക്കുന്നത് ഹൃദയപൂർവ്വം ആയിരിക്കണം, ബൈബിൾ വായിക്കുന്ന ഹാർട്ടിൽ നിന്ന് നോട്ട് വിത്ത് നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ എന്താ പറയുന്നത് വാക്കുകൊണ്ട് പുറമെയുള്ള വാക്കുകളായിരുന്നു, ഫ്രം ദ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു നോക്കിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതം കാണും. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ കാണും. അതുകൊണ്ട് അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊരു വാക്യം വായിച്ചിട്ട് ഇന്നത്തെ പ്രധാന മെസ്സേജിലേക്ക്, ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ടൊരു മെസ്സേജ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. വളരെ ശക്തമേറിയ ഒരു ദൂതാണത്. കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം വായിച്ചിട്ട് ഇപ്പൊ ഈ പറഞ്ഞതിൽ ഹൃദയപൂർവ്വം എന്നുള്ളതിലേക്ക് അതിന്റെ 23-24 വാക്യം, അത് കൊളോഷ്യൻസ് 3 chapter 3 verse 23 and 24. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞു കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. ഇവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തേലും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം ചെയ്യണം, മനസ്സോടെ ചെയ്യണം. മനസ്സോടെ എന്നാണ് ഇവിടെ മലയാള പരിഭാഷയിൽ വന്നിരിക്കുന്നത്. ഹൃദയപൂർവ്വം എന്നാണ് അതിൻ്റെ യഥാർത്ഥ പരിഭാഷയിൽ വരുന്നത്, ഹൃദയപൂർവ്വം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൃദയപൂർവ്വം, ഫ്രം ഹാർട്ട്, അത് നിങ്ങൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഒരു ഗുണം എന്നാണെന്നറിയാമോ? നിങ്ങൾക്ക് മടി വരത്തില്ല. നിങ്ങൾ ഹൃദയപൂർവ്വം ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ക്ഷീണം വരത്തില്ല, നിങ്ങളുടെ ശരീരം ടയർഡ് ആകത്തില്ല, നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകത്തില്ല, നിങ്ങളത് സന്തോഷത്തോടെ ചെയ്യും. നിങ്ങൾക്ക് സ്വർഗം അതിൻ്റെ പ്രതിഫലം അമർത്തി കുലുക്കി കവിയുന്ന വലിയ അളവിൽ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ മാനിക്കും. ഞാൻ എൻ്റെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച ആ ഒരു സ്ഥലത്ത് ഒരു പബ്ലിസിറ്റിയും ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഇപ്പൊ ഇന്നത്തെ സോഷ്യൽ മീഡിയ അതും ഇതൊക്കെ അല്ല, അന്നത്തെ കാലത്തൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല, നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരോടും പോയി പറയത്തൂല്ല, എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പൊ അവിടെ ആ ദേശത്ത് ഞാൻ പോയ സ്ഥലത്തൊരു വലിയ ഉണർവാണ് ഉണ്ടായത്, വലിയ ഉണർവ്. നിങ്ങൾ അവിടുന്നുള്ള ശുശ്രൂഷകന്മാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ ആയിരുന്ന കാലത്ത് കർത്താവിനെ അറിഞ്ഞ് വന്ന് ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പലരും ഉണ്ട്. ആദ്യ കാലത്ത് ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞു. ആദ്യം 17 വയസ്സിൽ ഞാൻ മിനിസ്റ്റർ തുടങ്ങിയുള്ള സമയത്തെ കാര്യം പറയും. ആരും അറിഞ്ഞില്ല. പക്ഷേ അവിടെ കുറേ പേര് ഒരുമിച്ച് കർത്താവിലേക്ക് വന്നു. അതിന്റെ കാര്യങ്ങളെല്ലാം അവിടെ ഞങ്ങളുടെ ബിഷപ്പ് തിരുമേനിമാർ അവിടെ വന്നപ്പോൾ അവർ വന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം കണ്ടു കേട്ട് അവരങ്ങ് പോയി. പക്ഷെ അപ്പോഴും ഒരു ഇതിലേക്ക് വന്നില്ല. പക്ഷേ അതിന്റെ 6-ാമത്തെ വർഷം, ഞാൻ ഈ മിനിസ്ട്രി തുടങ്ങി 6-ാമത്തെ വർഷം, ശുശ്രൂഷയിൽ ഇറങ്ങി 6-ാമത്തെ വർഷം, ഞങ്ങളുടെ എല്ലാ ഡയോസിസിന്റെയും മൊത്തം ഒരുമിച്ചുള്ള ഒരു മീറ്റിംഗ്, സിനഡ് എന്ന് പറയും, എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന. അപ്പം 1000-കണക്കിന് ആളുകളാണ് അതിന് കൂടി വരുന്നത്. അങ്ങനെ 1000-കണക്കിന് ആളുകൾ കൂടി വന്നിരുന്ന ആ മീറ്റിങ്ങിൽ അവിടെ മിഷൻ ബോർഡ്, ഞങ്ങൾക്ക് മിഷൻ ബോർഡുണ്ട്. മിഷൻ ബോർഡ് ചിന്തിച്ചു, നമുക്ക് ഒരു മിഷൻ ഡേ ആയതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ള 10 വർഷം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഏറ്റവും നല്ല മിഷൻ പ്രവർത്തനം ചെയ്ത ആൾക്ക് ഒരു അവാർഡ് കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അവരങ്ങനെ അവാർഡ് കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അവരെ 10 വർഷത്തെ ഇത് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടും 6 വർഷം ഞാൻ ചെയ്ത, എന്നിലൂടെ കർത്താവ് ചെയ്ത, എന്നെ ഉപയോഗിച്ച് കർത്താവ് ചെയ്ത പ്രവൃത്തിയുടെ അടുത്ത് പോലും ആരും എത്തിയില്ല. 10 വർഷം ചെയ്തവർ പോലും 6 വർഷം കൊണ്ട് എന്നെ കൊണ്ട് കർത്താവ് ചെയ്തെടുത്തോളം എത്തിച്ചില്ല. എന്നിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അറിയുന്നത്, അവിടെ പോയി എല്ലാവരുടെയും കൂടി ഇരിക്കുക, എല്ലാവരുടെയും കൂടെ ആളുകളുടെ കൂടി ഇരിക്കുക. അപ്പം എൻ്റെ ചർച്ചിൽ നിന്ന് ആളുകൾ 10,000-കണക്കിന് ആളുകളുണ്ട് കേട്ടോ, വലിയൊരു ക്രൗഡാണ്. അപ്പം അന്നത്തെ മന്ത്രിമാരൊക്കെ ഉണ്ട് അവിടെ. അപ്പം ആ ഒരു ക്രൗഡിൽ വിളിച്ചു പറയുകയാണ്, നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഡയോസിസിന്റെ മിഷൻ ഡേ ആണല്ലോ, അതുകൊണ്ടൊരു നമ്മുടെ
10 വർഷത്തെ സേവനത്തെ മാനിച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് മിഷണറിക്കുള്ള അവാർഡ് നമ്മൾ കൊടുക്കാൻ പോകും. അപ്പം ഞാൻ ഈ പരിശീലനത്തിനിടയ്ക്കാം മിഷണറിക്കുള്ള അവാർഡ്. അപ്പോൾ പേര് പറയുന്നില്ല ഇവർ നമ്മളിങ്ങനെ അല്ല, കാരണം ഒരുപാട് മിഷണറിമാരുണ്ട്, 100 കണക്കിന് മിഷണറിമാരുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് പറയുന്നത് ഇന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന മിഷണറിയായിട്ട് പ്രവർത്തിക്കുന്ന സജി ആൻഡ് ജോയ് മുന്നോട്ട് വിളിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഈ കൂടെ നിന്നവരെല്ലാം പറഞ്ഞ എന്നാന്നറിയോ, അറിയാമായിരുന്നല്ലേ, അറിയാമായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഒരു കാര്യം അറിയത്തില്ല. അവിടെ ചെന്നു, ആ വലിയ അവാർഡ് ചരിത്രമായിരുന്നു കേട്ടോ. കാരണം അത് ആദ്യമായിട്ടാ സിനഡിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും. പക്ഷെ അത് അപ്പൊ ഞാൻ പറയട്ടെ, ഞാനത് ചെയ്ത് ഹൃദയപൂർവ്വം ചെയ്തു. ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യം രഹസ്യത്തിൽ ചെയ്തുകൊണ്ടിരുന്നോ, നിങ്ങൾ നിർത്തരുത്. നിങ്ങൾക്ക് പേര് പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ ഈ മീറ്റിങ്ങിന് ചിലരെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരുന്നു, ആരും അത് മൈൻഡ് ചെയ്തെന്ന് വരത്തില്ല. നിങ്ങൾക്ക് പേരിനും പെരുമയ്ക്കും വേണ്ടി ചെയ്താൽ പേരും പെരുമയും ഞങ്ങൾ വാരിക്കോരി തരണം കൊണ്ട് പ്രതിഫലം തീരും. പക്ഷെ അതിനേക്കാളും ശ്രേഷ്ഠമേറിയത് കിട്ടാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചർച്ചിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, സ്കൂളിൽ ചെയ്യുന്ന കാര്യങ്ങൾ, കോളേജിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സഭയിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി ചെയ്യുന്ന ചില, നിങ്ങൾ ക്വയറ്റായിട്ടും നിശബ്ദമായിട്ട് മിണ്ടാതിരുന്നേ, ആരോടും പറയാം, അതങ്ങനെ ചെയ്തു എന്ന മനോഭാവം പോലും കാണിക്കാതെ ഒന്നിരുന്നേ. അവകാശം എന്ന പ്രതിഫലം നിങ്ങൾക്ക് വരും. അതെന്ത്? ഹൃദയപൂർവം. എങ്ങനെ ചെയ്യണം? ഹൃദയപൂർവം. ആമേൻ. എങ്ങനെ ചെയ്യണം? ഹൃദയപൂർവം. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് അനുഗ്രഹം കർത്താവ് വാരിക്കോരി തരാനായിട്ടാണ് കർത്താവിന്റെ പ്ലാൻ. എങ്ങനെ? അനുഗ്രഹത്തെ വാരിക്കോരി തരാനായിട്ട് കർത്താവ്. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും അവൻ ശരീരം കൊണ്ട് ചെയ്യരുത്, പിറുപിറുപ്പോടെ ചെയ്യരുത്, പ്രയാസത്തോടെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നറിയാമോ? ഹല്ലേലൂയ, മനസ്സോടെ ചെയ്യണം. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? മനസ്സോടെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ലൈവിൽ വന്നിരിക്കുമ്പോഴത്തേനും നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം ശ്രദ്ധിച്ച് അതും കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കഴിഞ്ഞ് എന്തൊരു കഷ്ടപ്പാടാണ്, പെട്ടെന്നൊന്നും നിർത്തിയിരുന്നെങ്കിൽ വന്ന് പെട്ടുപോയി വീഡിയോ ഓൺ ചെയ്തു പോയി എന്നാ ചെയ്യാനാ എന്നുള്ള ഇല്ല. ഇത് ഞാൻ ഐ ആം എൻജോയ്, ഞാനിത് ആസ്വദിക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ അറിയുന്നില്ല, ഞാനിത് പലപ്പോഴും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പം ഞാൻ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാക്കിയ പ്രയോജനം എന്താന്ന് പറയുന്നത്, ജീവിതത്തെ മാറ്റിയതാണ് ഈ മിനിസ്ട്രി എന്ന് ഇതിനകത്ത് 99% ആളുകളും പറയും. എനിക്കത് ഉറപ്പാണ്. അപ്പം അത് അങ്ങനത്തെ സാക്ഷ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നിങ്ങളിത് വന്നിരിക്കുമ്പോഴല്ലോ, നിങ്ങൾ അവിടെ വന്നിരുന്നേ. ഇതിനകത്ത് ചിലരൊക്കെ എനിക്ക് രോഗമാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് മെസ്സേജ് ഇടും, എനിക്ക് എന്നെ പ്രയാസമുണ്ട്, ആ പ്രയാസമുണ്ട്, ഈ പ്രയാസമുണ്ട്. പിന്നെ അവർ മെസ്സേജ് എടുത്തില്ല, കാരണം അവർക്കറിയാം ഈ വചനം കേട്ടപ്പോൾ അത് എൻ്റെ ലൈഫിനകത്ത് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവർക്കറിയാം, ഉറപ്പാ. നിങ്ങൾ ചെയ്യുന്നതല്ല, ഹൃദയപൂർവ്വം ചെയ്തേ. ചെറുതായിരിക്കാം വലുതായിരിക്കാം, കർത്താവിനെന്ന വണ്ണം മനസ്സോടെ. അപ്പൊ നിങ്ങളത് ഹാർട്ട്ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? നിങ്ങൾ ചെയ്യുന്നത് കർത്താവിനെന്ന പോലെ ചെയ്യണം. ഇതെന്തോ ചെയ്യാനാ? അമ്മയ്ക്ക് വേണ്ടിയാ, അപ്പന് വേണ്ടിയാ, മക്കൾക്ക് വേണ്ടിയിട്ടാ, ഭാര്യയ്ക്ക് വേണ്ടിയാ, ഭർത്താവിന് വേണ്ടിയിട്ടാ, സഹോദരന് വേണ്ടിയിട്ടാ. എന്തോ ചെയ്യാനാ, കഷ്ടപ്പാട്, പെട്ടുപോയല്ലോ. ഇല്ലില്ല, കർത്താവിന് എന്നവണ്ണം ചെയ്തേ. നിങ്ങൾ പരസ്യമായി മാനിക്കപ്പെടുന്ന ദിവസം വരും. എനിക്ക് ഒരുപാട് സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ സെമിനാരി പഠനത്തിൽ ഞാൻ എല്ലാവരും ഫ്രീ കിട്ടുന്ന സമയം ആസ്വദിച്ച് നടക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ എൻ്റെ റൂം അടച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ടിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പലരോടും സുവിശേഷം പറയട്ടെ. അവിടെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. പല സ്ഥലത്തും ആഴ്ചയിൽ 2-3 സ്ഥലങ്ങളിൽ ഞാൻ മിനിസ്ട്രി ചെയ്യാനായിട്ട് പോകും. പോയി വചനം പറയും, പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അവിടെ അതിനകത്ത് സെമിനാരി കോമ്പൗണ്ടിൽ നമുക്ക് കിട്ടിയ അവസരം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയം സ്പെൻഡ് ചെയ്യും. ഇപ്പം എല്ലാ അച്ഛന്മാരും ഒന്നും അതിനെ വേണ്ട പോലെ പ്രോത്സാഹിപ്പിച്ചിരുന്നൊന്നുമില്ല, എന്നാൽ അതിനെ സന്തോഷത്തോടെ കണ്ട അച്ഛന്മാരും ഉണ്ട്. പലതരത്തിലെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ ചെയ്തതിനെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ പഠനം പൂർത്തിയാക്കി ഇറങ്ങിയപ്പം ബെസ്റ്റ് സ്റ്റുഡൻറ്, ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള അവാർഡ് വാങ്ങിച്ചുകൊണ്ട്, പല കാര്യത്തിനുള്ള അവാർഡുണ്ട്, പല അവാർഡുകൾ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങാനിടയായി. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ചെയ്യുന്നത് ഹൃദയപൂർവ്വം അങ്ങ് ചെയ്തേ. സ്വർഗം നിങ്ങളെ മാനിക്കുന്ന ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ മുഷിഞ്ഞു ചെയ്യരുത്, പിറുപിറുപ്പോടെ ചെയ്യരുത്. നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും സമയവും പണവും വ്യർത്ഥമാകുന്നതല്ലാതെ
നിങ്ങൾ ചെയ്യുന്നതിന് പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടാതെ പോകും. പക്ഷേ ഞാൻ നിങ്ങളുടെ കാര്യം പറയാം, നിങ്ങൾ ചെയ്യുന്നത് മനസ്സോടെ, ചെറിയ കാര്യമായിരിക്കാം, മനസ്സോടെ, ഹൃദയപൂർവ്വം, നിങ്ങൾ ഒരിക്കൽ പോലും ആമേൻ അതിനെ നിങ്ങൾ എടുത്തു പറയരുത്. ഹൃദയത്തിൽ സന്തോഷത്തോടെ അങ്ങ് ചെയ്ത് സ്വർഗം ആമേൻ നാടറിയെ നിങ്ങളെ മാനിക്കുന്ന ദിവസങ്ങൾ വരും. ലോകം അറിയപ്പെടുന്ന പോലെ നിങ്ങളെ മാനിക്കുന്ന ദിവസം വരും. ആമേൻ. അത് നിങ്ങളെ പ്രഷറിൽ ചെയ്യരുത്, അത് സന്തോഷത്തോടെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് മാനിക്കപ്പെടാൻ മുഖാന്തരമായിട്ട് തീരും. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലിലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ടു ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്കു സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ന്യായപ്രമാണം എന്താണ്? വരുവാനുള്ളവയുടെ നിഴൽ. എന്താണ്? വരുവാനുള്ള നന്മയുടെ നിഴൽ. എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, നിഴൽ. ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, നിഴൽ. ഓക്കെ. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കും. 16-ഉം 17-ഉം. കൊലോഷ്യൻസ് chapter 2 verse 16 and 17. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. അപ്പൊ അത് സിമ്പിൾ ആണ്. ശരിക്കും പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഈ ആചാരങ്ങളെല്ലാം നിഴലാണ്. യഥാർത്ഥ ബോഡി, ശരീരത്തിന്റെ നിഴൽ, അതാ പറയുന്നത്. ദേഹം ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പൊ എൻ്റെ ശരീര കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നിഴല് കാണാൻ പറ്റില്ല. ഈ സൈഡിലൊക്കെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നിഴല് കാണാത്ത, അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരുടെ അങ്ങനെ നിഴല് അങ്ങനെ കാണുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോ എൻ്റെ നിഴൽ. അപ്പൊ ദേഹം എന്നത് ഇതാ, നിഴല് അപ്പുറത്ത്. അപ്പൊ ദേഹം യേശു, നിഴലാ ശബത്ത്. മനസ്സിലായോ? അതാ എഴുതിയിരിക്കുന്നത്. ദേഹം ക്രിസ്തു, ദേഹം എന്നതോ ക്രിസ്തു. ശബത്ത് എന്താണ്? നിഴൽ. പെരുന്നാൾ എന്താണ്? നിഴൽ. ഭക്ഷണപാനീയങ്ങൾ നിഴല. ന്യായപ്രമാണം നിഴല. കിട്ടിയോ? നിങ്ങളൊന്ന് പറഞ്ഞേ നിഴൽ. ഒന്ന് പറഞ്ഞേ നിഴൽ. ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരിക, നിഴൽ. അപ്പൊ ഇവിടെ എബ്രായ ലേഖനം 10 എന്താ നമ്മൾ വായിച്ചത്? ന്യായപ്രമാണം വരുവാനുള്ളതിന്റെ നിഴൽ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16-ഉം 17-ഉം എന്താണ് വായിച്ചത്? ഇതെല്ലാം നിഴലാണ്. യഥാർത്ഥ പൊരുൾ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആണല്ലോ. ശരി. ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് പേടി വരുമ്പോ, നമുക്ക് പേടി വരുമ്പോ വായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. 91-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ഓടിപ്പോ. സാംസ് 91 verse 1. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ. ഏതാ? ന്യായപ്രമാണം നിഴലാണ്. ശബത്ത് നിഴലാണ്. പെരുന്നാള് നിഴലാണ്. വാവ് നിഴലാണ്. ആഘോഷങ്ങളെല്ലാം നിഴലാണ്. നിഴൽ, ഷാഡോ. അപ്പോ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ആരായ സങ്കീർത്തനക്കാരൻ? തെറ്റിപ്പോയി. 90-ഉം 91 സങ്കീർത്തനം ഇത് മോശയാണ്. 90-ാം സങ്കീർത്തനം 91-ാം സങ്കീർത്തനം എഴുതിയ ആളുടെ പേര് മോശയാണ്. അപ്പൊ ഈ മോശ ആരാ? ന്യായപ്രമാണം കൊണ്ടു കൊടുത്ത പാർട്ടിയാ. അപ്പൊ ഈ ന്യായപ്രമാണം നിഴൽ. ആ മോശ ന്യായപ്രമാണം കൊണ്ടുവന്ന ആള് പറയുകയാണ് ന്യായപ്രമാണം നിഴലാണ്. അങ്ങനെയാണ് പറയുകയാണ് അത്യുന്നതന്റെ നിഴലിൽ വസിക്കുന്നവൻ എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിന് കീഴിൽ വസിക്കുന്നവൻ, ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞ പോലൊക്കെ ചെയ്യുന്നവൻ ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ആരാ? ന്യായപ്രമാണം അനുസരിക്കുന്നവന്.
ന്യായപ്രമാണം അനുസരിക്കുന്നവൻ ബാലസിംഹങ്ങളുടെ മേൽ ചവിട്ടും, പെരുമ്പാമ്പിനെ മെതിച്ചു കളയും. ആരാ? ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവൻ. ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. ന്യായപ്രമാണം അനുസരിക്കുന്നവന്റെ വീട്ടിൽ ഒരു ബാധയും അടുക്കത്തില്ല. ഇത് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ആവർത്തനം 28 1, 2, 3, 4, 5, 6, 14 വരെയുള്ള വാക്യം വായിച്ച വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പൊ ന്യായപ്രമാണം നിഴൽ, ന്യായപ്രമാണമാകുന്ന നിഴലിൽ വസിക്കുന്നവനെ പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. നിന്റെ വഴികളിലെല്ലാം നിന്നെ കാക്കേണ്ടതിനവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. അവർ നിന്നെ പാദം കല്ലിൽ ഇടാതെ നിന്നെ സൂക്ഷിക്കും. നീ അവനോട് പറ്റിയിരിക്കാൻ അവൻ നിന്നെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ അവൻ എന്നെ ഉയർത്തും. അവന്റെ രക്ഷയെ എനിക്ക് കാണിച്ചു തരും. ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തും. ഇത് ആർക്കാ? ന്യായപ്രമാണമെന്ന നിഴലിന്റെ കീഴിൽ വസിക്കുന്നവൻ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വായിച്ചല്ലോ. ആമേൻ. കൊലോസ്യർ 2:17 പറഞ്ഞിരിക്കുക, ഇതെല്ലാം നിഴലാണ്, ദേഹം എന്നത് ക്രിസ്തുവാണ്. അങ്ങനെയാണ് നിഴലിൽ വസിക്കുന്നവന്റെ അവസ്ഥ. ഈ 91 സങ്കീർത്തനത്തിന്റെ വാക്യങ്ങളാണെങ്കിൽ നിഴലൊക്കെ വിട്ടിട്ട് പൊരുളാകുന്ന ക്രിസ്തുവാകുന്ന ദേഹത്തിനകത്ത് കയറിക്കൂടിയവർ, ദേഹത്തിനകത്ത് ദേഹമായി മാറിയ നിന്നെയും എന്നെയും ഒരു അനർത്ഥവും തൊടത്തില്ല. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയാൻ തന്റെ ഇടവുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രതിസന്ധികളെ നോക്കിയിട്ട് ധൈര്യത്തോടെ പറയാൻ, പ്രതികൂലങ്ങളെ നോക്കിയിട്ട് ധൈര്യത്തോടെ പറയാൻ, വെല്ലുവിളികളെ നോക്കി ധൈര്യത്തോടെ പറയാൻ, ഞാൻ നിഴലിലല്ല കേട്ടോ, ഞാൻ ക്രിസ്തുവാകുന്ന ദേഹത്തിലാ. നിഴലിൽ വസിച്ചവനെ കുറിച്ച് ഇത്ര വിശദമായി പറയുമ്പോ ആമേൻ, കൊലോസ്യ ലേഖനം 2:18 എഴുതിയിരിക്കുക കേട്ടോ, ഇത് നിഴലല്ല കേട്ടോ, ഇത് ദേഹം എന്നതോ ക്രിസ്തുവാണ്. ആമേൻ. നിഴലിൽ വസിക്കുന്നവന്റെ അവസ്ഥ ഇതാണെങ്കിൽ, നിഴലിൽ വസിക്കുന്നവന് ഒരു ബാധയും അടുക്കത്തില്ലെങ്കിൽ, ദേഹമെന്ന ക്രിസ്തുവിൽ വസിക്കുന്ന നിന്റെ മേൽ ഇത് കേട്ടിട്ട് ഒരു ആമേൻ പറഞ്ഞില്ലെങ്കിൽ ആ ശരീര വേദന, രോഗവും ഭാരത്തെ, ആ തലവേദന, അലർജി, വീട്ടിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക വിഷയം, സകലത്തോട് നോക്കി നീ ധൈര്യത്തോടെ പറ ഹല്ലേലൂയ. നിഴലിൽ വസിക്കുന്നവന്റെ അവസ്ഥ ഇതാണെങ്കിൽ, നിഴലിൽ വസിക്കുന്നവന്റെ അവസ്ഥ ഇതാണെങ്കിൽ, ന്യായപ്രമാണമാകുന്ന നിഴലിന്റെ അകത്ത് വസിക്കുന്നവന് ആവർത്തന പുസ്തകം 28 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹമെല്ലാം ന്യായപ്രമാണത്തിന്റെ കീഴിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ദേഹമെന്നതോ ക്രിസ്തു, ആ ക്രിസ്തുവിനകത്ത് കയറിക്കൂടി. ഞാനിപ്പോ ക്രിസ്തുവിലാ, ഞാൻ ക്രിസ്തുവില. ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഒന്ന് പറഞ്ഞ്, ഐ ആം ഇൻ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. ഹല്ലേലൂയ. നിഴലിന്റെ സീസണൊക്കെ കഴിഞ്ഞു, പൊരുളിനകത്ത് കയറിയിരിക്കുക. ദേഹം എന്നതോ, ധൈര്യത്തോടെ പറ, ദേഹത്തിലായിരിക്കുന്ന ഞാൻ ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല. ഇന്ന് രാത്രി ആരൊക്കെ രോഗഭയത്തോടായിരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഓപ്പറേഷനുകൾ ക്യാൻസൽ ആകട്ടെ. കീമോതെറാപ്പിയും ഹല്ലേലൂയ ഡയാലിസിസും ആമേൻ എന്താ പറയുന്നത്, എന്തൊക്കെ ഹല്ലേലൂയ എന്തൊക്കെ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവർ പറഞ്ഞത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ സകല ബുദ്ധിയെയും കവിയുന്ന, അതൊക്കെ ബുദ്ധി കൊണ്ട് അവർ പറഞ്ഞതാ, എന്നാൽ ബുദ്ധിയെ കവിയുന്ന ആമേൻ പരിജ്ഞാനം, ക്രിസ്തുവിന്റെ പരിജ്ഞാനം വിളങ്ങുമ്പോൾ ഹല്ലേലൂയ ലോകം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് അതീതമായി അത്ഭുത സൗഖ്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ്, എപ്പോൾ ഇത് ഏറ്റെടുത്ത്, ഇപ്പോൾ അതിനെ അങ്ങ് സ്വീകരിച്ച്, ഹല്ലേലൂയ ആമേൻ, അത് നിങ്ങളുടെ അകത്തുണ്ട്. അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് നിങ്ങളോട് തന്നെ പറ, എന്റെ സൗഖ്യം എന്റെ അകത്തിരിപ്പുണ്ട്, എന്റെ വിടുതൽ എന്റെ അകത്തിരിപ്പുണ്ട്, എന്റെ അത്ഭുതം എന്റെ അകത്തിരിപ്പുണ്ട്. ഞാൻ രോഗത്തിന്റെ മറിവിടമല്ല, രോഗത്തിന്റെ കൂടാരമല്ല, രോഗം വസിക്കുന്ന സ്ഥലമല്ല, ഞാൻ ദൈവത്തിന് മന്ദിരമാ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഓടിച്ച ആ സങ്കീർത്തനം ഒന്ന് വായിച്ചേ ബ്രദറെ. നിങ്ങളെ സങ്കീർത്തനം നല്ലപോലെ ഒന്ന് കേൾക്കണം. കേട്ടിട്ട് നിങ്ങളോട് തന്നെ പറയണം കേട്ടോ. അത് നിങ്ങളോട് തന്നെ പറയണം. ഇത് നിഴലിൽ വസിക്കുന്ന ഒരു അവസ്ഥ ഇതാണെങ്കിൽ ഞാൻ ദേഹത്തില, ക്രിസ്തുവില. വായിച്ചോ, പെട്ടെന്ന് വായിച്ചു. സങ്കീർത്തനം 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും
സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ചു അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ചു തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനു അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിനുമേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാവനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരണം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. നടയിൽ വസിക്കുന്ന കാര്യമാണേ. ഇതിനോട് ചേർത്ത് തന്നെ നിങ്ങൾ കൊലോസ്യർ 2:17 വായിക്കണം. എബ്രായ ലേഖനം 10:1 വായിക്കണം. ഈ എബ്രായ ലേഖനത്തിന്റെ 10:1 കൊലോസ്യ ലേഖനത്തിന്റെ 2:17-18 വായിച്ചിട്ട് സങ്കീർത്തനം 91:1 വായിക്കണം. അത് വായിച്ചിട്ട് അടുത്ത വാക്യങ്ങളെ വായിച്ചിട്ട് പറയണം, നിഴലിൽ വസിക്കുന്നവന് വാഗ്ദത്തം ഇതൊക്കെയാണെങ്കിൽ ഞാൻ ദേഹമെന്ന ക്രിസ്തുവില. ഇന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് നിന്ന് രോഗശക്തികൾ ഇളകി മാറട്ടെ. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതം നടക്കണം. ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മീയ മേഖലകളെല്ലാം ഒതുക്കി ചുരുട്ടിക്കൂട്ടി ചില കാര്യങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ച് അതിനെ കാണിച്ചു തരാം. നീ പൊങ്ങുന്നൊന്ന് കാണിച്ചു തരാം, നീ ഉയരുന്നൊന്ന് കാണിച്ചു തരാം എന്ന് പിശാച് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ ധൈര്യമുണ്ട്? എത്ര പേർക്ക് പറയാൻ ഉറപ്പുണ്ട്? ആമേൻ. അത്യുന്നതന്റെ നിഴലിൽ വസിക്കുന്നവനെ കുറിച്ച് 91-ാം സങ്കീർത്തനത്തിൽ എഴുതി ഇത്ര മിടുക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിഴലിലല്ല, ഞാൻ പൊരുളാകുന്ന യേശു ക്രിസ്തുവിലാണ്. ആകയാൽ ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു പുതിയ തുടക്കം യേശുവിന്റെ നാമത്തിൽ, ഒരു ന്യൂ ബിഗിനിങ് യേശുവിന്റെ നാമത്തിൽ. രാത്രി അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഉറവകൾ തുറക്കട്ടെ. പാരമ്പര്യമായിട്ടുള്ള ശാപങ്ങളുടെ കെട്ടുകൾ പൊട്ടട്ടെ. നിരാശകളുടെ കെട്ടുകൾ പൊട്ടട്ടെ. ഭയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. യെസ് ഒന്ന് ഇതൊരു ഭയങ്കര വെളിപ്പാടാണ് കേട്ടോ. ഇത് എന്നെ ഭയങ്കരമായിട്ട് കത്തിച്ചൊരു സാധനം. നിങ്ങൾക്ക് 90-ാം സങ്കീർത്തനത്തിന്റെ ടൈറ്റിൽ വായിച്ചാൽ അറിയാം കേട്ടോ. 90-ാം സങ്കീർത്തനത്തിൽ 90-ഉം 91 ആരാ എഴുതിയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മോശയുടെ സങ്കീർത്തനമാണത്. അവിടെ എഴുതിയിട്ടുണ്ട്. 90-ഉം 91 സങ്കീർത്തനം ഒറ്റ സങ്കീർത്തനമാണ്. നമുക്ക് കാനോന് ശേഷം വന്നപ്പോൾ 2ആയിട്ട് തിരിച്ചെന്നേ ഉള്ളൂ. ഒറ്റ സങ്കീർത്തനമാണ്. അവിടെ ന്യായപ്രമാണം കൊണ്ടുവന്ന മോശ ആ ന്യായപ്രമാണത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് നിഴലാന്ന്. ന്യായപ്രമാണത്തിന് കീഴിൽ വസിക്കുന്നവന്റെ അവസ്ഥ ഇതാണെങ്കിൽ നിങ്ങളും ഞാനും ക്രിസ്തുവാകുന്ന ആമേൻ ഹല്ലേലൂയ ദേഹം റിയലിൽ ഒറിജിനലകത്ത് കയറിയിരിക്കാം. നിങ്ങൾക്കും എനിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ഇതുവരെ നിന്നെ പൂട്ടിക്കെട്ടാൻ പിശാച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ തന്ത്രമില്ലേ, അതിന്റെ വേര് മുറിഞ്ഞു. അതിനുണ്ടായിരുന്ന കപ്പാസിറ്റി പോയി, അതിനുണ്ടായിരുന്ന ബോൾനെസ് പോയി, അതിന് നിന്റെ മേലുണ്ടായിരുന്ന ഗ്രിപ്പ് പോയി. അത് ഇങ്ങനെ നിന്നെ ഉണ്ടല്ലോ, നിന്നെ ചില ഇമോഷൻസിലൊക്കെ കുരുക്കി, നിന്നെ ചില വെറുപ്പും കയ്പും നിരാശയും അത് ഇതിനകത്തെല്ലാം കുരുക്കി നിന്നെ പിടിച്ച് നീ അപ്പം അത് വിട്ടു. ഞാൻ ഇന്നലെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഒരാളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചെയ്തത് ശരിയാന്ന് അംഗീകരിക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. പകരമായി ആ വ്യക്തി ചെയ്ത ശരിയില്ലായ്മ നിങ്ങളെ നിയന്ത്രിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഡിസിഷനാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കാത്തോടത്തോളം ആ വ്യക്തി ചെയ്ത തെറ്റ് നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ പറയും, അയാളുടെ മണ്ടത്തരം എൻ്റെ ജീവിതത്തെ തകർക്കാനായിട്ട് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അയാൾ ഏത് വഴിക്ക് വേണേലും പോയിക്കോട്ടെ, ദൈവം അത് കൈകാര്യം ചെയ്തോളൂ.
എനിക്ക് എന്നെ ഏൽപ്പിച്ച പണി, എന്നെ ഏൽപ്പിച്ച കാര്യം, വീടിന്, ജീവിതത്തിന്, ആമേൻ, എൻ്റെ സ്കൂളിന്, എൻ്റെ ശുശ്രൂഷയ്ക്ക്, എൻ്റെ ചർച്ചിന് എന്നെ കർത്താവ് ഏൽപ്പിച്ച പരിപാടിയുണ്ട്. അതിനകത്ത് ഞാൻ വിശ്വസതയോടിരിക്കും. ബാക്കിയുള്ളത് കർത്താവ് നോക്കിക്കോളും. കൂളായിട്ടിരുന്നേ. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒറ്റപ്പെട്ട് നിരാശപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? മിണ്ടാതിരുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കും. അത്ഭുതങ്ങളെ കാണും ഈ ദിവസങ്ങളിൽ. യെസ് യെസ്, ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ ഭയപ്പെടുത്തത്തക്കവണ്ണമുള്ള രോഗങ്ങൾ, മരണം വരുമെന്ന് ഭയപ്പെടുന്ന അതുപോലുള്ള ഭയപ്പെടുത്തത്തക്കമുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുക. ഇപ്പോൾ സൗഖ്യമാകുമ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹാർട്ടിന് വേദന വന്നിട്ട് മരിക്കുമെന്ന് പോലും അതുപോലെ ഭയം, ഓപ്പറേഷൻ വേണ്ടി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള ഭയന്ന്, അയ്യോ എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ല, ഇൻഷുറൻസ് ഇല്ല, അതില്ല, എങ്ങനെ ഭയപ്പെടത്തക്കവണ്ണമുള്ള കഠിനമായ ശാരീരിക പ്രയാസങ്ങളിലേക്കൊരു കടന്നുപോയ ചിലരെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ജീവന്റെ കരം ഇന്ന് രാത്രി തൊട്ട് ആ രോഗത്തിന്റെ വേര് പൊട്ടിച്ച് കർത്താവ് മാറ്റുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി എന്ന് പോലും മറക്കുന്നത് പോലെ അത്ഭുത സൗഖ്യം ഇന്ന് രാത്രി സംഭവിക്കട്ടെ. കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് വിടുവിച്ചതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.